കഴിഞ്ഞ കുറേ വർഷങ്ങൾ, അതായത് ഒരു 3-4 വർഷം എടുക്കുവാണെങ്കിൽ നമുക്ക് പല വിസിബിളായിട്ട് കാണാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അതിന് വലിയ പ്രാധാന്യമാണ് ഗ്ലോബലായിട്ട് കിട്ടിയ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യുണൈറ്റഡ് നേഷൻ്റെ പ്രാധാന്യം വളരെ പൂജ്യത്തിലോട്ടൊക്കെ പോയി. ആരും ഇവരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇപ്പം ഗാസ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടോണം, ഇതുമായിട്ട് ചർച്ചകൾ നടത്തിയത് മുഴുവൻ അമേരിക്കയാണ്. ഈ ഹമാസിലുള്ളവർക്ക് പോലും ഈ പറയുന്ന യുണൈറ്റഡ് നേഷനോട് 1% പോലും വിശ്വാസമില്ല. അവരെന്തൊക്കെ പ്രപ്പോസലും തീരുമാനമാണ് കൊണ്ടുവരുന്നത്, അതാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. യുണൈറ്റഡ് നേഷൻ എത്രയോ ദിവസങ്ങൾ കൊണ്ട് പറയുകയാണ്, ഈ അൽ ജസീറ ചാനലിൻ്റെയും അവിടെയുള്ള പല ഉദ്യോഗസ്ഥരും അവിടെ ഹോസ്പിറ്റൽ ഇല്ല, കുട്ടികളുടെ പ്രശ്നം, അത് ഇത് ജനസൈഡ്, ആഹാരമില്ല. എന്നിട്ട് ആദ്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവരാണ് ആഹാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അതിൽ നിന്ന് ഇസ്രായേൽ അവരെ അങ്ങ് മാറ്റി, എന്നിട്ട് അവർ വേറെ ഏജൻസിക്ക് കൊടുത്തു. ഇതൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ യുണൈറ്റഡ് നേഷന് ഒരു എന്തു പറഞ്ഞാലും നടക്കാൻ പറ്റത്തില്ല. അതായത് പല്ലു കൊഴിഞ്ഞ സിംഹം അതിനേക്കാളും കഷ്ടം പിടിച്ച സംഭവം. ഗാസയിൽ ഈ സാധനങ്ങൾ ആഹാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും. യുണൈറ്റഡ് നേഷൻ്റെ സെക്രട്ടറി ജനറൽ പോയി ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു, വണ്ടി അങ്ങോട്ട് പോയിട്ട്. ഒരു യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറലിൻ്റെ ജോലിയെ ട്രാഫിക് കൺട്രോൾ ചെയ്ത് ഈജിപ്തിൽ നിന്ന് വരുന്ന വണ്ടികൾ അങ്ങോട്ട് പോട്ട് ഇങ്ങോട്ട് പോട്ട്. ഹമാസ് പോലും അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. നേരത്തെ ഈ അറേബ്യൻ രാജ്യങ്ങളും ഒക്കെ ഇവർക്ക് പ്രാധാന്യം കൊടുത്തിട്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്തിട്ട്, ഇന്ത്യ ഇന്നും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ UN സ്റ്റേജിൽ ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതുപോലും ഈ വലിയ പ്രാധാന്യം അമേരിക്ക ട്രംപ് വന്ന ശേഷം ഇതിന് 0 ഇതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ, അതിനും പ്രാധാന്യമില്ല. ഇതൊക്കെ തള്ളി ദൂരെ കളഞ്ഞു. ഇനി അമേരിക്കയാണ് ഇവർക്ക് പ്രധാനമായിട്ട് ഫണ്ട് ചെയ്യുന്നത്, USAID. അതും ഒരു നിർത്തലാക്കി കഴിയുമ്പോൾ ഇവരിൽ പണവും ഇല്ല. ഇവർ തന്നെയാണ് ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നേരത്തെ മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഫണ്ട് അതെടുത്തിട്ട് ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഈ സുഡാനിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരെ അത് കൊടുക്കാൻ പണവുമില്ല. അറിയാൻ സാധിക്കുന്ന അവരുടെ പല ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ക്ലിനിക്സ് ഒക്കെ ഉണ്ട്, പല ഈ അൺട്രസ്റ്റ് ആയിട്ടുള്ള രാജ്യത്തും പട്ടാള ഇഷ്യൂ ഉള്ള രാജ്യത്തൊക്കെ. അവിടെ പോലും അവിടെ ഡോക്ടേഴ്സിന് പണം കൊടുക്കാൻ ഇവരുടെ പണമില്ല, സാലറി കൊടുക്കാൻ. ഇവർ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ സെഗ്മെൻറ്റും പല റീഹാബിലിറ്റേഷൻ, അത് ഇത് ദുരന്തം എന്നൊക്കെ പറഞ്ഞതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും വലിയ രീതിയിലാണ് ഇവരുടെ ഫൈനാൻസ് കട്ട് ചെയ്ത്, കാരണം പണമില്ല. ലോകത്തൊരു രാജ്യവും ഇവരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നോക്കുക, ഗാസ ഡീൽ എത്ര 2-3 പ്രാവശ്യം ടോക്സ് നടത്തി. അമേരിക്കയാണ് എന്നൊരു സംഭവം കൊണ്ടുവരുന്നത്. അതിൻ്റെ അകത്ത് എവിടെ UN പ്രാധാന്യം? എവിടെയില്ല. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇവർ പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇവരെ ഒട്ടും വിശ്വാസവുമില്ല. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UN സ്ഥിതി ഇത്ര മോശമായിട്ട് പോകുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട സംഭവമാണ്. UN ഒരു പ്രത്യേക റോളുണ്ടായിരുന്നു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ. ഇപ്പോൾ G20 അടക്കം UN ഒരു പ്രതിനിധി സെക്രട്ടറി ജനറലോടെ വരാറുണ്ട്. അയാളെ ആരും മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ അതിനേക്കാളും പ്രാധാന്യമുണ്ട് യൂറോപ്യൻ യൂണിയൻ. അതിന് ശരിയോ ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയും ഇതേപോലെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ നേരത്തെ നമുക്ക് സാർക്ക് ഉണ്ടായിരുന്നത് ഒന്നുമല്ലാതായി മാറി. ഈ ബ്രിക്സിന് വലിയ പ്രാധാന്യം വരത്തില്ല. കാരണം ബ്രിക്സ് രാജ്യങ്ങളിൽ ഇപ്പം ബ്രസീൽ, അതേപോലെ സൗത്ത് ആഫ്രിക്ക, ഇവരൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അമേരിക്ക ഡിപ്പെൻഡബിളാണ്. അതിനകത്ത് ആദ്യത്തെ ചുവടാണ് പിഴച്ചു പോയത്. ബേസിക്കലി ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് അവരിത് കറൻസി കൊണ്ടുവരണം പറഞ്ഞ് ഡിസ്കഷൻ നടന്നു.
അതോടുകൂടി അമേരിക്ക അതിനെ ഒതുക്കും. ഇപ്പം ഇന്ത്യ ബ്രിക്സ് കറൻസിയെ പറ്റി മിണ്ടാറില്ല. അതേപോലെ തന്നെ SCO, ഷങ്കായ് കോർഡിനേഷൻ, അതിന് ചൈനയാണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങൾക്ക് പ്രാധാന്യമൊന്നുമില്ല. ചൈന എന്ത് പറയുന്ന നടക്കും. പക്ഷെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യക്ക് ഇതേപോലെ ഒരു G20 അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങളെയും ചേർത്ത്, പല അറേബ്യൻ രാജ്യങ്ങളെയും ചേർത്ത് ഇന്ത്യക്ക് ഇതേപോലെ ഒരു സംഭവം കൊണ്ടുവരാം. കാരണം എന്നാൽ മാത്രമേ നിൽക്കൂ. കാരണം ഈ UN യാതൊരു പ്രാധാന്യമില്ല, ഒരു പ്രാധാന്യം ഇല്ലാതായിപ്പോയി. മറ്റുള്ള സംഘടനകളിൽ നിന്ന് നോക്കുക. ഇപ്പം G5 ആണെങ്കിലും G20 ആണെങ്കിലും ഇവിടൊക്കെ അമേരിക്കൻ ഡോമിനേഷനാണ് നടക്കുന്നത്. അവർ പറയുന്നത് മറ്റുള്ളവർ നടത്തി കൊടുക്കുന്നത്. ഇപ്പം ഇറാൻ ഇസ്രായേൽ വാർ 13 ദിവസം. ഫൈനലി അമേരിക്ക കൊണ്ട് ഇറാനിൽ കൊണ്ട് ബോംബ് വിട്ടിട്ട് ഒരു സിംബോളിക്കായിട്ട് ഇറാൻ ചില മിസൈൽ അയക്കുന്നു, പറഞ്ഞ സമയം അത് കൃത്യമായിട്ട് അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, വാർ നിന്നു. അമേരിക്ക ഇടപെട്ട് വാർ നിന്നു. ഇതാണ് സംഭവം. ഇത് യാഥാർത്ഥ്യമാണ്, ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവം. ഇവിടെ UN പ്രാധാന്യം. UN പറഞ്ഞ ആരാ കേൾക്കുന്നത്? ഇറാൻ കേൾക്കൂ. ഇറാൻ പോലും UN കളിയാക്കുക. അതുകൊണ്ട് പിന്നെന്തിനാ UN പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്? പിന്നെ ആര് പറഞ്ഞാലാ കേൾക്കുന്നത്? കാരണം അമേരിക്ക കഴിഞ്ഞ സെക്കൻഡ് എന്നുള്ള റഷ്യ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഗ്ലോബൽ പവറിൽ, മിലിറ്ററി പവർ. അത് റഷ്യ ഉക്രൈൻ വാറിന് റഷ്യയുടെ പ്രാധാന്യം ഇല്ലാതായി. എല്ലാ രാജ്യങ്ങളും റഷ്യക്കെതിരായി. പറയുന്ന ചൈനയും ഇന്ത്യയും മാത്രമേ റഷ്യ പൂർണ്ണമായിട്ടും, ഇന്ത്യ പൂർണ്ണമായിട്ട് റഷ്യയെ പിന്തുണയ്ക്കുന്നുമില്ല ഉക്രൈൻ റഷ്യ വാറിൽ. ഇന്ത്യ സ്ട്രാറ്റജിക് സ്റ്റാൻഡിൽ എടുത്തിരിക്കുന്നത്. ഓയിൽ വാങ്ങുന്നുണ്ട്, വേറെ കാര്യം. പക്ഷേ റഷ്യ നടത്തുന്ന ഉക്രൈൻ വാറിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നില്ല. ചൈനയും അതിൻ്റെ സ്ട്രാറ്റജിക് ഇതെടുത്ത്. കാരണം ഈ പറയുന്ന പുട്ടിനാണ് ബേസിക്കലി ഈ റഷ്യ സെക്കൻഡ് ഇൻ പൊസിഷൻ. അവർക്കൊരു എല്ലായിടത്തും അവർക്കൊരു സേ ഉണ്ടായിരുന്നു. അതായത് ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോഴും വാർ നടക്കുമ്പോഴും അമേരിക്ക കഴിഞ്ഞ് അടുത്ത റഷ്യ പറയുന്നത് എന്താണ്, ആ ഒരു സംഭവം ഇല്ലാതായി. അതായത് അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ ഒരു രാജ്യവും ഇല്ലാതായി. അപ്പം ആ ഒരു രീതിയിലാണ് ഗ്ലോബൽ ഓർഡർ എന്ന് പറയുന്ന അമേരിക്ക നിയന്ത്രിക്കുന്നു എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല ആൾക്കാർക്ക് സംശയമായിരുന്നു. പക്ഷേ അടുത്തിടെ ഉണ്ടായ സാഹചര്യങ്ങൾ നോക്കുക. ഈ പറയുന്ന കോങ്കോ വാർ, ആ സംഭവം, ഇതൊക്കെയാണ് അമേരിക്ക ഇടപെട്ട സംഭവം സെറ്റിൽ ചെയ്യുക. ഇപ്പോൾ സുഡാൻ കാര്യത്തിൽ അവർ ഇടപെടാൻ പോവാന്ന് പറയുന്നു. അതിന് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളോട് UAE പറയാൻ സംഭവം പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കാരണം അവിടുത്തെ രാജ്യങ്ങൾ ഒരു കൂട്ടർ അവിടുത്തെ വേറൊരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നു, ഈജിപ്റ്റ് വേറൊരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവിടെ സാമ്പത്തിക സംഭവമുണ്ട്. അതായത് മനസ്സിലാക്കുക. ഇപ്പോൾ താലിബാൻ്റെ തന്നെ ഇഷ്യൂ, അമേരിക്ക സപ്പോർട്ട് ചെയ്താൽ മാത്രമേ താലിബാന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ താലിബാൻ്റെ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇന്ത്യ വന്നുകൊണ്ടൊന്നും അതിന് ഗ്ലോബൽ അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. ഇവിടെ ഇന്ത്യ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും സ്വന്തമായിട്ട് നിൽക്കാൻ പഠിക്കണം. പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. അതേപോലെ നല്ല ഫോറിനിൽ ചൈന SCO കൊണ്ടുവന്ന പോലെ ബ്രിക്സിനകത്തും ചൈനയ്ക്കാണ് പ്രാധാന്യം, ഇന്ത്യക്കല്ല പ്രാധാന്യം. ചൈനയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ബ്രിക്സിനകത്ത്. അതേപോലത്തെ ഇന്ത്യയുടെ ഡോമിനേഷനുള്ള, ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിലുള്ള ഈ പറയുന്ന രാജ്യങ്ങളിലൊരു കോർഡിനേഷൻ ഇന്ത്യ കൊണ്ടുവരണം. എന്നാലേ നമുക്കിത് മാച്ച് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലായിടത്തും അമേരിക്ക കയറി ഇടപെടുകയാണ്, അവർ തീരുമാനിക്കുന്നു. അതായത് ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അനുകൂലമായിട്ട് ഒരു ഡീല് കൊണ്ടുവരുന്ന 20 ദിന പരിപാടി, അത് ഇവരോട് പറയുന്നത് ഇതാണ് പ്ലാൻ, അംഗീകരിക്കുക അല്ലെങ്കിൽ വിട്ടുപോവുക. അതായത് വൺ സൈഡാണ് മുഴുവനും പോകുന്നത്. മറ്റുള്ള അമേരിക്കയുടെ അലയൻസ് പാർട്ട്നേഴ്സ്, അമേരിക്കയായിട്ട് നിൽക്കുന്ന ഈജിപ്റ്റ് ആണെങ്കിലും ടർക്കി ആണെങ്കിലും ഖത്തർ ആണെങ്കിലും സൗദി, UAE, ഇവരൊക്കെ അമേരിക്ക പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ വരാനുള്ള സമയത്ത് വലിയൊരു പൂജ്യമായിട്ടങ്ങ് മാറും. അതാണ് പറയാൻ പോകുന്നത്. കാരണം അതിൻ്റെ സാമ്പത്തികമില്ല, ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല. അതിനകത്ത് ജോലി ചെയ്യുന്നവർ ആൾക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു, ഗ്ലോബലായിട്ട് പ്രാധാന്യമില്ലാതായി. ജിയോ പൊളിറ്റിക്സിൽ യുണൈറ്റഡ് നേഷൻ്റെ ഒരു സേ ഉണ്ട്, അവർ പറയുന്നൊരു അഭിപ്രായമുണ്ട്, അതിനും പ്രാധാന്യമില്ലാതായി. അതാണ് ഈ ഗാസയിൽ നടന്ന ഇസ്രായേൽ ഹമാസ് ഇഷ്യൂവിൽ അമേരിക്ക പറഞ്ഞത് തീർന്നോണം. അതല്ലാതെ ഇവിടെ
ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരു ഡിസ്കഷൻ, നെഗോസിയേഷൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഹമാസിന് നെഗോഷിയേറ്റ് ചെയ്യാൻ പോലും അവസരം കൊടുത്തില്ല. ഇത്രയാണ് സംഭവം. ഇത് അംഗീകരിച്ചോണം, അനുസരിച്ച് മുന്നോട്ട് പോയിക്കോണം. ബാക്കി ഡിസ്കഷനൊന്നുമില്ല. ഇത്ര മണിക്കൂറിനുള്ളിൽ ചെയ്തോണം, അല്ലെ നിന്നെ പുറത്താക്ക്. അതായത് അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യു എന്നിൻ്റെ റോളില്ലാതായി ഗ്ലോബലി. അതായത് ശരി, ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും ഇത് മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പോൾ യു എന്നിൻ്റെ ഒരു മെമ്പർഷിപ്പ് കിട്ടും, അതിനെ അംഗീകരിക്കുക, അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് പൂർണ്ണമായിട്ടും ട്രംപ് വന്നിട്ട് ദൂരെ കളഞ്ഞു. യു എന്നിന് ഒരു പ്രാധാന്യമില്ല, സാമ്പത്തികമില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചരിത്രപരമായ ഒരു വലിയ തകർച്ചയാണ് യു എന്നിലുണ്ടായേക്കുന്നത്. ഇനി യു എന്നിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ലെഫ്റ്റ് റാഡിക്കൽസും ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിനെ അനുകൂലം ചേർന്ന് ഒത്തിരി പേര് അതിൻ്റെ എൻട്രി കയറി. ഇവരെല്ലാം കൂടെ ചേർത്ത് തുലച്ച് കഴിയുമ്പോൾ അമേരിക്ക തീരുമാനിച്ച് ഇവരെ അങ്ങ് തുലയ്ക്കാൻ. ഇതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം അമേരിക്കൻ ഇൻട്രസ്റ്റിൽ പോകുന്നില്ല. ഈ പറയുന്ന ലെഫ്റ്റ് റാഡിക്കൽസ്, മറ്റുള്ള ഇസ്ലാമിക് റാഡിക്കൽസ് ഇതിനകത്ത് എൻട്രി ചെയ്തു. ഈ പറയുന്ന ഇസ്ലാമിക ടെററിസത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നു. ഇതിൻ്റെ പേരിലാണ് അമേരിക്ക അതിനെ തുലച്ചത്. അപ്പം അതോടുകൂടി മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലോബലായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങൾക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അതില്ലാതായി. എല്ലാവരും പോയി അമേരിക്കയുടെ കാലം പിടിച്ച് പറഞ്ഞോണം. അവർ പറയുന്ന പോലെ ലോകം, അതായത് ഗ്ലോബൽ ഓർഡർ മുഴുവനും അമേരിക്ക തീരുമാനിക്കുന്നു, മറ്റുള്ള രാജ്യങ്ങൾ അത് ഫോളോ ചെയ്തോണം. ഈ ഒരു മാറ്റമാണ് ഈ വാറുമായി ബന്ധപ്പെട്ട്, അതായത് ഹമാസിനെ കൊണ്ട് സറണ്ടർ ചെയ്യിപ്പിച്ച് എല്ലാം അമേരിക്ക പറയുന്നത് ചെയ്തോണം ആ രീതിയിലാക്കിക്കൂടും. അല്ലെ ടോണി ബ്ലെയറെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അമേരിക്ക മോണിറ്റർ ചെയ്യുക അവിടുത്തെ കാര്യങ്ങൾ, ആ രീതിയിലാക്കി കൊടുത്തു. ഇതാണ് പഠിക്കേണ്ട ഒരു പാഠം. അതായത് ഗ്ലോബൽ ഓർഡർ കംപ്ലീറ്റ് അമേരിക്കയുടെ കയ്യിലായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പെട്ടെന്ന് ട്വീറ്റ് ചെയ്തത്. അത് ട്രംപിന് അനുകൂലമായിട്ട് 2-3 ട്വീറ്റുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക പല ഭാഷയിൽ. 6ഓളം പ്ലാറ്റ്ഫോമിൽ ഈ സോഷ്യൽ മീഡിയയിലാണ് ട്വീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തുവാ? അദ്ദേഹത്തിനും പിടികിട്ടി, ഇന്ത്യക്കും മനസ്സിലായി അവരാണ് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കുന്ന പോലെ നടക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ കാര്യം.